ഈ വ്ളോഗ് നമ്മൾ കുറച്ച് നാൾ മുമ്പേ എടുത്തു വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയൊന്ന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നമ്മളുടെ അമ്മൂമ്മ മരിച്ച കാരണം ഈ പ്രാവശ്യം നമുക്ക് ഓണം ആഘോഷിക്കാൻ വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി എന്നാൽ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി ഓണം എന്നാൽ ആഘോഷിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് ലക്ഷ്യം വെച്ചത് ഗുരുവായൂർ അമ്പലമായിരുന്നു. പക്ഷെ പോകുന്ന വഴി കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറിയാണ് പോയത്. ഇപ്പോൾ നമ്മൾ കായംകുളത്ത് നിന്നാട്ടോ കാറിൽ ഗുരുവായൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന വഴിക്ക് കയറിയത് കോട്ടയത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്. അമ്പലത്തിൽ വലിയ അത്തപ്പൂ, കയറി ചെന്നപ്പോൾ തന്നെ വലിയ അത്തപ്പൂക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് ഇറങ്ങിയത്. അപ്പോൾ എങ്കിലും അമ്പലത്തിലൊക്കെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോട്ടയത്തു നിന്ന് നേരെ എറണാകുളം വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് പോവാണ്. അപ്പം പോണ വഴി നമ്മൾ ചുമ്മാ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് പോകും. പിന്നെ നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് കയറിയത്. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് കയറി തൊഴാൻ പറ്റി. ൊക്കെ നടന്നു. ആദ്യം നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് കയറാൻ പറ്റി, അല്ലാതെ പിന്നെ അങ്ങോട്ട് ക്യൂ ആയിരുന്നു. അപ്പം നമ്മളവിടെ എല്ലാ അമ്പലത്തിലും കയറി അവിടുത്തെ വലിയൊരു കുളമൊക്കെ കണ്ടു. അപ്പോൾ നമ്മളെല്ലായിടത്തും പോയി തൊഴുതു. ഇവിടെ ഉണ്ടായിരുന്നൊരു വലിയ അത്തപ്പൂ. ഇതൊരു കുറച്ച് വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. ഉത്രാടത്തിന് വന്നപ്പോൾ ഇത്ര വലിപ്പമാണെങ്കിൽ ഓണത്തിന് വന്നപ്പോൾ എന്തായിരിക്കും. അപ്പോൾ നാളെ അടുത്ത ദിവസത്തെ ഓണത്തിനും ഇത് ഫുൾ മാറ്റുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നോക്കി കുറേ നേരം അവിടെ നിന്നു. എല്ലാ കളറോടെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോയൊക്കെ നമ്മളിങ്ങനെ എടുത്തു. കുറച്ച് ഓരോ രീതിയിൽ എങ്ങനെ ഇത് മനോഹരമാക്കി എടുക്കാമെന്ന് നോക്കി അങ്ങനെ ഓരോ സ്പോട്ടിലും ചെന്നിട്ട് ഓരോ രീതിയിൽ വീഡിയോ എടുക്കുകയായിരുന്നു. രാവിലെയാണ്. അപ്പോൾ വൈകിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇനി ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. വൈകിട്ടൊരു 3:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഗുരുവായൂരെത്തി. എന്നിട്ടവിടെ റൂം എടുത്തൊന്ന് ഫ്രഷായി ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പാസ് എടുത്തുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ കയറാൻ പറ്റി. അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് ഇവിടെ ഒരു അത്തപ്പൂക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അതെല്ലാം മാറ്റി. നാളത്തേക്ക് തിരുവോണത്തിലേക്ക് വേണ്ടിയിട്ട് അവർ പുതുതായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറൊരു അത്തപ്പൂ. അപ്പോൾ അതിൻ്റെ വരപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അടുത്ത ദിവസം രാവിലെ വീണ്ടും നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നു. അപ്പോൾ വന്ന സമയത്ത് അത്തപ്പൂ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കും. നല്ല രസമുണ്ടായിരുന്നു. അപ്പം തിരുവോണത്തിനന്നായതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഞങ്ങൾ കരുതി തിരുവോണം അല്ലേ, തിരക്ക് കുറവായിരിക്കും, ആൾക്കാർക്ക് വീട്ടിലായിരിക്കും ഓണമായിട്ട് ആഘോഷിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പതിവിലും കൂടുതൽ ഞാൻ അവിടെ ഓണസദ്യയും അത്തപ്പൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നേരെ ഞങ്ങൾ കൊടുങ്ങല്ലൂരേക്കാണ് പോയത്. അവിടെ കയറി ചെന്നപ്പോഴും ഒരു വലിയ അത്തപ്പൂക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറി. വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിലേക്ക് കയറി. വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ നമ്മൾ അവിടുന്ന് പായസമൊക്കെ മേടിച്ച് തിരിക്കുകയാണ്.